കേട്ടോ. നന്നായിട്ടിരുന്നു, നല്ലതായിരുന്നു, ரொம்ப നന്ദി. ഞങ്ങൾ കുറേ അതെല്ലാം ഒരു ഓർമ്മ. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളാവും. നിങ്ങളെ കാണുന്ന എനിക്കൊരു പഴയ ഓർമ്മ. ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് ഫ്രീ ആയി. അപ്പോൾ ഞങ്ങളിങ്ങനെ വില്ലേജിലേക്ക് ഇങ്ങനെ നടന്നു വന്ന് അക്കായെയും അണ്ണനെയൊക്കെ പരിചയപ്പെട്ടു. അവരുടെ കൃഷി, അവരുടെ ജീവിതം എല്ലാം ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് വന്നിട്ട് നെല്ലാണ്. അതായത് എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഇത് നെല്ലാണ്, നെല്ല് അടുക്കി വെച്ചിരിക്കുന്നത്. അണ്ണൻ കൃഷി ചെയ്ത ഇവിടെ തന്നെ ഈ വയലിൽ കൃഷി ചെയ്ത നെല്ലാണിത്. ഇപ്പോൾ അവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുള്ളി, അതായത് നമ്മുടെ കേരളത്തിൽ പറയുന്ന ചെറിയുള്ളിയാണ് കൃഷി. ഇവിടെ വെങ്കായം. അപ്പോൾ ഇത് നെല്ല്, അതായത് ആദ്യം കൃഷി ചെയ്ത് നെല്ല് ഇവിടെ എല്ലാം സേവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെങ്കായം ഇട്ടിട്ടുണ്ട്. പിന്നെ കോഴിയുണ്ട്. ഇത് അക്കയുടെ പേര് പറഞ്ഞേ, അത് ഹായ് പറ. പുഷ്പ. ഇതാണ് അണ്ണന്റെ വൈഫാണ്, ഇത് അണ്ണനാണ്. അവരുടെ ലൈഫാണിത്, അവരുടെ ജീവിതം, അവരുടെ വീട്, അവരുടെ ലൈഫാണിത്. എന്ന് വെച്ചാൽ അവരുടെ കൃഷി. പിന്നെ അവർക്ക് പശുവുണ്ട്. രാവിലെ 10 ലിറ്റർ പാൽ എന്ത് ചെയ്യും കൊണ്ട് കൊടുക്കും. നാടൻ പശു അല്ലേ? നാടൻ പശുക്കളാണ്. 1 2 3 6 പശുവുണ്ട്. അപ്പോൾ 1 ലിറ്ററിന് 30 രൂപ എന്നാണ് അണ്ണ എന്നോട് പറഞ്ഞത്. രാവിലെ 10 ലിറ്റർ പാല് കൊടുക്കും. അപ്പോൾ അതിനെ നോക്കണം. അത് കഴിഞ്ഞ് ഇവിടുത്തെ കൃഷി നോക്കണം. ഇവിടെ വീട്ടുകാരെല്ലാം നോക്കി അണ്ണനെ ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യണ സമയം. അപ്പോഴാണ് ഞങ്ങൾ വന്നത്. പിന്നെ അക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ കോഴിയുണ്ട്. അതായത് നമ്മുടെ കേരളയിലെ പോലത്തെ കോഴിയല്ല, പോരുകോഴി, കരിങ്കോഴി, പോരുകോഴി ഒക്കെ ഉള്ള കോഴികളാണിത്. അപ്പൊ ഈ പോരുകോഴിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ആളുകൾ വന്ന് മേടിച്ചിട്ട് പോകും. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആചാരങ്ങളാണ് ഇങ്ങനെ കോഴിയെ വെച്ചിട്ട് പോര് ചെയ്യിപ്പിക്കുക, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിക്കുന്നത്. അപ്പൊ ആളുകൾ വെളിയിൽ നിന്ന് വന്നിട്ട് മേടിച്ചിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് കാണാം പോരുകോഴിയുണ്ട്, സാധാ കോഴികളും ഉണ്ട്. ഇപ്പൊ അട വെച്ചൊക്കെ ഇറക്കിയിട്ടുണ്ട് കോഴീനെ, അതിനെയും കാണിച്ചു തരാം. പിന്നെ ഉള്ളിക്കൃഷി, പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെയുള്ള നിലവിലുള്ള ഇവിടുത്തെ ഉള്ള കൃഷി. പിന്നെ വേറെ സ്ഥലത്ത് ഇതിപ്പം തക്കാളി, ഇപ്പൊ ഞങ്ങൾ ഒരു കൃഷി സ്ഥലത്ത് നിന്ന് പറിച്ച തക്കാളിയുണ്ട്. അതെ, കണ്ടോ, ഞങ്ങളിപ്പോൾ പറിച്ചെടുത്ത തക്കാളിയെ കുറച്ച് അതങ്ങനെ പഴുത്ത് നിന്നപ്പോൾ പറിച്ചെടുത്ത്. തക്കാളിയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം. അതായത് നമുക്ക് കേരളത്തിലേക്ക് വരുന്ന എല്ലാ ഐറ്റംസും കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്. എന്ന് വെച്ചാൽ അവർ കണ്ടില്ലേ അവരുടെ വേഷം, നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇവരുടെ കഷ്ടപ്പാട് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകും. ഇതിപ്പോ ഫേമസ് ആയി നിങ്ങൾക്ക് കാണാം ചാനൽ. അതെന്നെ ഒരു സന്തോഷം. എന്നിട്ട് നമ്മൾ ചിലരൊന്നും എപ്പോഴും സാമിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാർക്ക് ഇഷ്ടമാണ്. കേരളക്കാർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് 7000 പേര് 7000 പേര് ഇങ്ങനത്തെ വീഡിയോ വന്ന് വീഡിയോ എടുത്തിട്ട് കൊടുക്കും. അത് നമ്മളെ പേഴ്സണലായി മലയാളം തിരിയില്ല. അക്ക ഹാപ്പിയാ? ഇനിയുണ്ട് വേല. എന്നെ വേല തണ്ണി കൊടുക്കല്ലേ? വേല കണ്ട പശു തൊഴുത്ത ആട്. എന്ത് രസമാണ് ആട്. ഇതാണ് ഉള്ളി കൃഷി ചെയ്യണ ട്രാക്ടർ വണ്ടി.
ഇതാണ് ഉള്ളി കൃഷിയാണ്. ഇത് നിറയെ ഉള്ളിയാണിത്, കംപ്ലീറ്റ് ഉള്ളി ചെയ്തേക്കണേ നിറയെ. ഇത് മലയാണ്, അപ്പോൾ അത് കംപ്ലീറ്റ് മലയാണിത് കാണുന്നതെല്ലാം, ഫുൾ റൗണ്ടിൽ മലയാണ്. ഈ മലയുടെ നടുക്കാണ് കൃഷിയെല്ലാം നടക്കുന്നത്. കണ്ട, ഇതിലാണ് ഇവർ ഉള്ളി സ്റ്റോറേജ് ചെയ്യണത്. അതായത് വിത്താണത്, ഇതിൻ്റെ അകത്തിട്ടിട്ടാണ് അവർ മുളപ്പിച്ചെടുക്കുന്നത്. ബാക്കി അവർ സെയിൽ ചെയ്യും. കണ്ട, പിന്നെ ഇവിടെ ആന ഇറങ്ങണമെന്നിട്ട് കംപ്ലീറ്റ് എർത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എർത്ത് ലൈൻസുകളാണ് ഇതെല്ലാം. എന്താ മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ചെമ്മരിയാടിനെ കണ്ട, ചെമ്മരിയാട് ബാ വേടാ. എന്താ എന്താ ഇതാണ് ചെമ്മരിയാട്. ജേഴ്സി പശുവാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാണ്, ജേഴ്സിയാണിത്. എന്താ ബാ വേടാ ബാ. കൃഷിയാണ് കണ്ട, കുഞ്ഞുങ്ങളൊക്കെ. എന്ത് ഭംഗിയല്ലേ. കോഴീനെ പണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇപ്പൊ ഒന്നുമില്ല. എല്ലാവരും ഫ്ലാറ്റും ജോലിയെല്ലാം. ചെമ്മരിയാട് മറ്റേ സ്കിന്നിൽ ഇതെല്ലാം ഉള്ളത്. ഇവനാണ് ഇവിടുത്തെ നാഥൻ, വീട്ടുനാഥൻ, ഡേഞ്ചറായവൻ. അതാ, അക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന്. അല്ലേ, അക്ക പറഞ്ഞത് കേൾക്കും അല്ലേ? അക്ക പറഞ്ഞ പട്ടികളെല്ലാം കേൾക്കും എല്ലാവരും. പുഷ്പ 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 അഴക, നല്ല സുന്ദരിയാണ് അക്ക. അക്ക ഇപ്പം ഒരുപാട് വേലയുണ്ട് അക്കക്ക്. നമ്മൾ ഇപ്പം വന്നതുകൊണ്ട് നമ്മളെ കൂടെ കുറച്ചേരം ഇരിക്കുന്ന, നിറയെ ജോലി ഇരിക്കുന്നു അല്ലേ അക്ക? അക്കക്ക് ക്യാമറയിൽ നോക്കാന്ന് വെച്ചിട്ട് നല്ല ചമ്മല. ഞാൻ പിന്നെ മടുത്തിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. കാരണം ഇവിടുന്ന് നോക്കുമ്പോ ഇതെന്താന്ന് മനസ്സിലായ? ഇത് മുറുക്കാൻ. അത് അണ്ണന്റെ വെറ്റില. അതാ വെറ്റിലപ്പാക്ക്. ഇത് അരിയാ. അപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് പണ്ട് നമ്മളൊക്കെ, അതായത് പണ്ടത്തെ ഇങ്ങനത്തെ കട്ടിലൊക്കെ കേരളത്തിലുണ്ട്. ഇങ്ങനത്തെ പണ്ടത്തെ കട്ടിൽ ഇങ്ങനെയാ കാണിച്ചു കൊടുത്ത്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുക. കാരണം എനിക്കിങ്ങനെ നടന്നു വന്നിങ്ങനെ വീഡിയോയിൽ വരാനായിട്ട് പറ്റുന്നില്ല. ഞാനിങ്ങനെ സ്റ്റാൻഡി എടുത്ത് അക്ക തന്ന, അക്കയുടെ പശുവിനെ കറന്ന ചായ കുടിച്ച് അങ്ക എന്ത് ചെയ്തു. ഞാൻ അണ്ണൻ പശുവിനെ മേയ്ക്കാനായിട്ട് പോണേ. അണ്ണ എങ്ങാടാ പോണ? അങ്ങേ പോകുമാ? കീഴേ പോകുമാ? അണ്ണേ മയിൽ പീലി കിട്ടുമാ? പീലി, മയിലിന്റെ പീലി പീലി കിട്ടണേ. അല്ല, അണ്ണനക്ക് കിട്ടണേ എടുത്ത് വെക്കണേ പീലിയെ, നമുക്ക് വേണം. പീലി. അതാ അതാ ശരി, കിട്ടണേ എടുത്ത് വെക്കണേ. എന്താ ഇപ്പൊ അതുങ്ങളെയും കൊണ്ട് അങ്ങാട് പോകും. കണ്ട, അത് മലയാണത്, കംപ്ലീറ്റ് മലയാണ്. കണ്ട, ഇതിങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ മലയാണിത്, മലമ്പ്രദേശമാണ്. കണ്ട, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇടക്കിടക്ക് മഴവെള്ളം ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കും. ഇതാണ് അണ്ണൻ്റെ കൃഷിയാണിതല്ല, വെങ്കായം, ഉള്ളി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉള്ളി കൃഷി? ഇതാണ് ഉള്ളി കൃഷി, വെങ്കായ കൃഷി. ഇതിങ്ങനെ എന്താ കണ്ട, അത് ഉള്ളി പിടിച്ചേക്കണണ്ട ഇതിൽ. കണ്ട ഉള്ളി കണ്ട, കംപ്ലീറ്റ് ഉള്ളിയാണ്. തേങ്ങ കൃഷിയുണ്ട് ഇവിടെ. തേങ്ങ എന്നാ പറയണ, നമ്മൾ തേങ്ങ. കണ്ട കോഴി നിറയുണ്ട്. ഇത് കൊത്തുകോഴിയാ. ഇത് ഇതാണ് കരിങ്കോഴി. ഇത് കണ്ട, ഇത്
ഇതാണ് കരിങ്കോഴി, കണ്ട റിയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കരിങ്കോഴിനെ വളർത്തണം. ഭയങ്കര പോസിറ്റീവാണ് കരിങ്കോഴി വീട്ടിലുള്ളത്. അണ്ണന്റെ ലോറി അല്ല ലൂണ, ലോറി എന്ന് ലൂണ. അല്ല നിങ്ങൾക്ക് സ്വന്തം കോവിലുണ്ടോ? എവിടെയാ? ആണോ? കുടുംബ കോവില്, കുലദൈവം അതാര്? കുലദൈവം ആര്? എന്നെ ഇടുള്ളൂ. ചക്കു റിലാക്സ് ചെയ്യണേ. എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വന്ന് കുറേ ദൂരം നടന്നു വന്നു, അങ്ങനെ ശാന്തി എടുത്തു. അപ്പൊ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണമെന്നൊന്നും ഓർത്തിട്ടല്ല വന്നേ. പക്ഷെ ഇങ്ങനെ വന്നപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ നിങ്ങൾക്ക് തരാം എന്ന് ഓർത്തിട്ടാണ് വന്നത്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, തക്കാളി തോട്ടത്തിൽ നിന്ന് തക്കാളി പറിച്ചു, ഇവിടെ വന്നു ടീ തന്നു, ടീ കുടിച്ചു. പശുവിനെ കറന്ന ടീ, ഒറിജിനൽ പാലിലെ ടീ തന്നു. ഒക്കെ ഇവര് ആദ്യം വരുമ്പോ വെള്ളം തരും. ആദ്യം നമുക്ക് തണ്ണി, അതാ ഇവിടുത്തെ ആചാരം. തണ്ണിതാ ഫസ്റ്റ് തണ്ണി, അത് കഴിഞ്ഞ് ടീ തരും. എന്നോട് ചോദിച്ചു ഷാപ്പ് ഇടണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ കഴിച്ചിട്ടാ വന്നു, ഞാൻ ചോറ് കഴിച്ചിട്ടാ വന്നു. ചോറും സാമ്പാറും അച്ചാറും ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങ് വന്നേ ഉള്ളൂ. അതുകൊണ്ടാ അക്ക എന്നോട് വേണോന്ന് ചോദിച്ചപ്പോ വേണ്ട, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. അക്കയൊക്കെ താമസിക്കണുണ്ട്, അതൊരു മലയാണ്. അക്ക ഇന്ന് ഇവിടെ വെച്ചത് പുളിസാദം എന്നാ പറഞ്ഞത്. പുളി വെച്ചിട്ട് പുളിസാദം, അതായത് പുളി കൊണ്ട് ചോറ്, കറി, കുളമ്പ്, അയ്യോ വെറുതെ പുളിഞ്ചാറ്, പുളിസാദം, തൈര് കൊണ്ട് സൂപ്പറാ. നല്ല ഇവിടെ തന്നെ തൈര്. ഞാനിപ്പോ അങ്ങനെ ഫുഡ് കഴിച്ചില്ലേ, ഞാൻ ഇപ്പൊ സാപ്പിട്ടാണെങ്കിൽ എന്താ മല കണ്ട ആ ഒരു മലയുടെ ഭയങ്കര റിലാക്സ് ആണ് ഇവിടെ, ശാന്തിയാണ്. ഇപ്പം ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോന്ന്. നമുക്ക് എന്താ ഇവൻ രാജാവ്. കണ്ണെഴുതിയ പോലെ കണ്ണുണ്ട, കരി വരച്ച പോലെ ഇരിക്കുന്നു. ഇവൻ ഡേഞ്ചറാ. ഇവിടെ കറുപ്പുള്ള കടിക്കും, അത് കടിക്കും. പക്ഷെ നമ്മളിവിടെ അതിഥിയാന്ന് മനസ്സിലായതുകൊണ്ട് അല്ല എന്ന് വെച്ചാലേ ഇതുങ്ങൾക്ക് നമുക്ക് സ്മെല്ല് കിട്ടിയാൽ മതി, പിന്നെ അതുങ്ങൾ തിരിച്ചറിയും. ഇപ്പൊ ഇതിന്റെ മണം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നാളെ വരുമ്പോ അവർക്കറിയാം ഇന്ന ആളാണെന്ന്. മനസ്സിലായ? ഇത് ഇവിടെയാണ് കുക്കിംഗ്. പൂച്ചേന്റെ ഇവിടെ സ്റ്റോറാണ് ഇവിടെ. ഇതാണ് ലൈഫ്. നല്ല അടിപൊളി, തറയൊക്കെ നല്ല നീറ്റ്, സൂപ്പറാ, നല്ല നീറ്റ് ആൻഡ് ക്ലീനാ. കിച്ചൺ എന്താ ടൈൽസ് എല്ലാം ഇട്ട് നല്ല ഭംഗിതാ. ഇതാണ് കിച്ചൺ. ഇതാണ് അക്കടെ കിച്ചൺ. ഇങ്ങനെ ജോലി ഉള്ളതുകൊണ്ട് നിറയെ വേല ഇരിക്കും. ഇപ്പൊ ഫുഡെല്ലാം കഴിഞ്ഞ് ഇനി ഇതെല്ലാം ക്ലീൻ ആക്കി ഒക്കെ ഇതെല്ലാം വെക്കും. ഇതെല്ലാം തക്കാളി, ഇതെല്ലാം അവരുടെ എല്ലാ ഐറ്റംസും. ഓക്കെ, ഇനി പൂജ റൂം എവിടെ? പൂജ റൂം ഭസ്മം, കർപ്പൂരം. കാരണം ഇവരൊത്തിരി ദൈവവിശ്വാസമുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് മുഖ്യമാണ്, അവർക്ക് ഇതെല്ലാം വിശ്വാസങ്ങളെല്ലാം അവർക്ക് ഒരുപാട് മുഖ്യമാണ്. അതിന് അവര് എന്ത് ചെയ്യും, എല്ലാം കൊടുക്കും. ഇത് കുങ്കുമം. എന്നുവെച്ചാല് അത്രയും കഷ്ടപ്പെട്ടതല്ലേ, അപ്പൊ അവർക്കൊരു പോസിറ്റീവ് ഇതാ. കുങ്കുമം സൂപ്പറാ. കുങ്കുമച്ചെപ്പ് എല്ലാം ഇருக்கு. நல்லா இருக்கு. മുരുകന്, മഹാലക്ഷ്മി, വിഘ്നേശ്വരൻ, സരസ്വതി, വെങ്കടേഷ്, തിരുപ്പതി. ഇതാണ് അവരുടെ പൂജാ റൂം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു വില്ലേജ് ലൈഫാണ് നിങ്ങളെ കാണിച്ചത്. ഇതെന്താ ഇതാണ് സേറ്. ഇത് എനിക്കറിയാം,
എനിക്കറിയാം, അവർക്ക് അറിഞ്ഞൂടാ. ഇതാണ് സേറ്. അതായത് അന്ന് നെല്ല് എല്ലാം ഇങ്ങനെ അളക്കുന്ന സേറാണിത്. പഴയ കാലത്തെ സേറാണ്. കിടക്കുന്ന കട്ടില് ഡ്രസ് എല്ലാം നമ്മളെ പോലെ കസേരയിലാണ് വെക്കുന്നത്. പിന്നെ ആന വന്നെങ്കിൽ മുട്ടും അല്ലേ അക്ക? ആന വന്ന് ടച്ച് പണ്ണു. അതാ എന്താ മഴ പെയ്യുമ്പോ ഇവിടെ ചളി പിടിയാ അല്ലേ? ചളി ഇല്ല അല്ല, ഇതെല്ലാം മണ്ണെല്ലാം ഇവരിങ്ങനെ നോക്കണേണ്ട എന്താണിത് പിന്നെ ആലോചിക്കണ്ടേ. അപ്പൊ അല്ലേ അക്ക ഇതില്ലേ കട്ട് ചെയ്ത കംപ്ലീറ്റ് അല്ലേ? അതായത് മുട്ട, പാല്, വെങ്കായം, നെല്ല് അല്ലേ? പിന്നെ തേങ്ങ ഇതാ. പിന്നെ വേറെ ജോലിക്കൊന്നും പോകില്ല, ഇതിൽ തന്നെ കൃഷി ചെയ്ത്, കൃഷിയാണ് അവരുടെ ജീവിതം. പിന്നെ പിന്നെ ഈ മുട്ട അതായത് ഈ കോഴിയുടെ മുട്ട കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാനും കഴിക്കാനൊക്കെ മുട്ട, പശുവിന്റെ പാല്, പിന്നെ അതിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിട്ട് കോഴീനെയൊക്കെ വിരിയിച്ച് ആടിന്റെ പാല് കോഴിക്കറി വെക്കാറുണ്ടാക്ക? കോഴിക്കറി വെക്കുമാ? കടയിൽ മേടിക്കൂ, മട്ടൻ മേടിക്കും. ഇവിടുന്ന് നാട്ടുകോഴി. ഇതിനെ നാട്ടുകോഴി. അത് മറ്റേ ആടിനെ മേടിച്ചിട്ട് ചാപ്പിടുന്നു. മട്ടൻ അതാണ് ഇവിടെ കൂടുതലും. പിന്നെ ഈ എന്നുവെച്ചാല് ഇപ്പൊ ടോട്ടലി പറയുകയാണെങ്കിൽ വെളിയിൽ പോയിട്ട് ജോലി ചെയ്തിട്ടല്ല അവര് ജീവിക്കുന്നത്. അവരവരുടെ മണ്ണില് കൃഷി ചെയ്ത്, അവരുടെ മണ്ണില് പശുവിനെ വളർത്തി, അവരുടെ മണ്ണില് കോഴീനെ വളർത്തി, അതെല്ലാം ആദായം എടുത്തിട്ടാണ് ജീവിതം. വെളിയിൽ നിന്ന് അപ്പൊ എന്ത് മേടിക്കും? ഒന്നും മേടിക്കത്തില്ല, ഒന്നും മേടിക്കാറില്ല. വേണമെങ്കിൽ എന്തെങ്കിലും മേടിക്കും, അത്രേ ഉള്ളൂ. തക്കാളി ഇപ്പൊ കൃഷിയുണ്ടോ? വെളിയിൽ നിന്ന് മേടിക്കും, കടയിൽ നിന്ന് വാങ്ങും. അതായത് വേണമെങ്കിൽ വെളിയിൽ നിന്ന് എന്ത് ചെയ്യും, മേടിക്കും. അല്ലെങ്കിൽ അവര് തൈര് സാദം അങ്ങനെ എന്താണ് സാമ്പാർ അതൊക്കെ വെച്ച് കഴിക്കും. വേണമെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കും, അല്ലെ ഇതെല്ലാം തന്നെ യൂസ് ചെയ്യും. സൂപ്പർ. പിന്നെ തേങ്ങയുണ്ട് അല്ലേ? തേങ്ങ അരക്കൂ? അല്ല, തേങ്ങ അരക്കുവോ? കറിയില് വെക്കൂല? ഇല്ല, വറുത്തെടുത്തിട്ട് ഇവര് മിക്സിയിൽ അരക്കും. അതായത് വറക്കും. അതായത് തേങ്ങ വറുത്തിട്ട് ആണ് അവര് കുളമ്പിന് യൂസ് ചെയ്യുന്നത്. നമ്മ ഇങ്ങനെ പച്ചരച്ച് വെക്കൂല, കല്ലിൽ അരക്കത്തില്ല, നമ്മളെ സ്റ്റൈലിലല്ല. ഗ്രൈൻഡറിൽ, അതായത് തേങ്ങ വറുത്തിട്ട് ഗ്രൈൻഡറിൽ അരച്ച് കുളമ്പ് വയ്ക്കും. അപ്പൊ അക്ക നല്ലൊരു കുക്കിംഗ് ആണ്. എപ്പോഴെങ്കിലും ഇനി അക്കയുടെ കുക്കിംഗ് വീഡിയോ ഞങ്ങൾ ചെയ്യാം കേട്ടോ. കണ്ട, ഇതാണ് ശാന്തി ലൈഫ്. ഞങ്ങൾ ഒത്തിരി റിലാക്സ് ആയി. ഇതാണ് ഗ്രാമത്തിലെ ജീവിതം. കണ്ടോ അവരുടെ ജീവിതം വളരെ ശാന്തമാണ്. അക്കണ്ണ മഴ കൂടൂ, ചണ്ട കൂടൂ, അപ്പൊ കഴിയും. കണ്ടോ, അപ്പൊ തീരും. എത്ര ആൺ പെൺ കുളന്തകളാ? ഒരു പെണ്ണും ഒരാണ്. അത് ചിന്നതാ? ഡിപ്ലോമ. പെരുസ ഡിപ്ലോമയില് പഠിക്കുന്നല്ലേ? അതെല്ലാം ഈ വേല ചെയ്തിട്ടാ പഠിപ്പിക്കുന്നത്? ഇതിന്ന് കിട്ടുന്ന എല്ലാം എടുത്ത് പഠിപ്പിക്കുന്നത്. കഷ്ടപ്പാടാടാ കണ്ടോ, അവർക്ക് നിറയെ കഷ്ടം. അണ്ണന്റെ കോലം കണ്ടില്ലേ? കുറച്ചു നേരം ഇന്ന് ഭക്ഷണം കഴിച്ചൊന്നിരുന്നു, അപ്പോഴേ വേല ചെയ്യാൻ പോയി. കഷ്ടപ്പാടാണ്. ഇനി അണ്ണ അങ്ങേ പോയി കുളിച്ച് എല്ലാമേ വരും തിരുമ്പി. എന്താ മാടുകളെ കൊണ്ടുപോയി കുളിപ്പിച്ച് തിരുമ്പി വരും അല്ലേ? ഇപ്പൊ നീ കണ്ണനെങ്കിൽ ഇരുന്ന് ഒരു ഇടം വാങ്ങിയ പശു, പണ്ട് എന്നോട് നീ ലവ് ചെയ്യുമ്പോ എന്നോട് പറയില്ലേ, ഞാൻ ഒരിടം വാങ്ങും, എല്ലാം വരും, നിനക്ക് വെറുതെ തരാം എന്നൊക്കെ എന്നോട് ചൊല്ലിയില്ലേ? അതാണ് ലൈഫ്. എന്താ പോടാ. ഇവൻ ലവറാ. ഇത് ലവിന്റെ കാര്യം പറഞ്ഞപ്പോ അവന് ലവായി. ഇതിന് വേറെ സെപ്പറേറ്റ് ചോറ് വെച്ച് കൊടുക്കും, എണ്ണ കൊടുക്കും, കറി. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് തന്നു. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ്.
വില്ലേജ് സ്റ്റൈല വില്ലേജുകാരുടെ, അതായത് ഗ്രാമത്തിനുള്ളില് അതായത് കാടാണ്, ഇതിന്റെ അങ്ങോട്ട് കാടാണ്, അതിന്റെ ഉള്ളിലെ ഒരു ലൈഫാണ്, ഒരു ജീവിതമാണ്. അതായത് ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അവരുടെ കുട്ടികൾ സ്കൂളിൽ പോയി, അവരുടെ ജീവിതമാണ് ഞാൻ നിങ്ങളെ ഇന്ന് വീഡിയോയിലൂടെ എന്ത് ചെയ്തത് കാണിച്ചു തന്നത്, പറഞ്ഞു തന്നത്. അവരുടെ ജീവിതം ഞാൻ പറഞ്ഞത് വാക്കുകൊണ്ടാണ്, പക്ഷെ അവരത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം ഈ ഉള്ളിയുടെ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യം ഉള്ളി കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്ന് ഉള്ളി ഇടും. ഉള്ളി ഇട്ടിട്ട് ആ ഉള്ളി അതിൽ കിടന്ന് മുളച്ചിട്ടാണ് ആ ഉള്ളി കൊണ്ടുവന്ന് ഇങ്ങനെ കുഴിച്ചു വെക്കുന്നത്. അതായത് ഉള്ളി മുളപ്പിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്. എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. കാരണം ഞങ്ങളിങ്ങനെ വില്ലേജിൽ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടതാണ് ഇങ്ങനെ ഉള്ളി മുളപ്പിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ റിയൽ ആയിട്ട് ഒരു മൂർഖൻ പാമ്പിനെ എന്ത് ചെയ്ത് കണ്ട് റിയൽ വെള്ള മൂർഖനെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. വെള്ള മൂർഖൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടു. അങ്ങനെ ഓരോന്നും എൻ്റെ കണ്ണിൽ ഓരോ കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എല്ലാം അന്ന് ആ സമയത്ത് വീഡിയോയിൽ തരാൻ പറ്റത്തില്ല. പറ്റുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അക്ക ഒരു ഹായ് പറ. അക്ക ഇത്രയും നേരം ഞങ്ങളെ കൂടെ ഇരുന്ന് റിലാക്സ് ചെയ്യുമായിരുന്നു. പക്ഷെ ഒരുപാട് പണി കിടപ്പുണ്ട്, ഒരുപാട് ജോലിയുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ.